അർഹതയില്ലെന്നുള്ള തോന്നലുണ്ടെങ്കിൽ വളർച്ച അവിടെ നിൽക്കും എന്നുള്ള സത്യം അറിയാം. വരുമാനത്തിന് ഒരിക്കലും പരിധിയില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ നിങ്ങളെ ഒരു ചെറിയ വരുമാനമുള്ള വ്യക്തിയായി കാണുന്നുവെങ്കിൽ വലിയ വരുമാനം നിലനിർത്താൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാവില്ല എന്നുള്ള സത്യം. വിത്ത്, ഞാൻ തരുന്ന വിത്ത് നട്ട് വളരുന്നത് വരെ ഞാൻ അവിടെ കാത്തിരിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ടീമുകൾ നിങ്ങൾ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സത്യത്തെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല. എന്തായിരിക്കും അത്? എല്ലാവരും ടൈപ്പ് ചെയ്തൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ജീവിതത്തെ ബാധിക്കുന്ന വലിയ സത്യം ഒന്ന് ടൈപ്പ് ചെയ്തേ. അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവരും. 1 2 3 4 നോക്കട്ടെ. എത്ര പേര് ടൈപ്പ് ചെയ്യും? എത്ര പേർക്ക് അത്രയും ചിന്തിക്കാൻ പറ്റും നോക്കട്ടെ. 1 2 3 4. യെസ് 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 യെസ്, പറട്ടെ. ആ സത്യം നിങ്ങൾ പരിശ്രമിക്കാത്തത് കൊണ്ട് ലഭിക്കാത്തതല്ല, എന്നാൽ നിങ്ങൾ ശ്രമിക്കുന്നതല്ല എന്നുമല്ല പ്രശ്നം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സംഭവം നിങ്ങളുടെ കയ്യിൽ വരുന്നതൊക്കെ ഉണ്ട്, പക്ഷെ കയ്യിൽ നിൽക്കാറില്ല എന്ന സത്യം ആണല്ലോ അല്ലെ? എല്ലാവരും, ഞാൻ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഒറ്റ ഉത്തരമായിരുന്നു പറഞ്ഞത്, പണം 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 മാത്രം അല്ലേ? ഏറ്റവും വലിയ സത്യമാണല്ലേ ഇത്? എന്തുകൊണ്ടായിരിക്കും ഈ സാധനം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്, നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല അല്ലെ? വരുന്നുണ്ട്, നിൽക്കുന്നില്ല എന്നുള്ള സത്യമല്ലേ? വരാത്തതല്ലല്ലോ പ്രശ്നം അല്ലെ? വരാത്തതിനേക്കാളും വലിയ വിഷയം വന്നത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഭാഗ്യമില്ലാത്തവരാണോ നിങ്ങൾ? അല്ല എന്ന് ഉത്തരം പറയും. കാലത്തിന് ദോഷമാണോ ഇതിന് കാരണം? അല്ല എന്ന് നിങ്ങൾ ഉത്തരം പറയും. പക്ഷേ എന്തോ ഒരു വിഷയം ഉണ്ട്, ഈ സാധനം വരുന്നില്ല. ഒറ്റ കാര്യം, ഒരു സത്യം ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ അനുസരിച്ചാണോ എന്ന ചോദ്യത്തിന് എത്ര ഉത്തരം പറയാൻ പറ്റും? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ കഴിവിനെ അനുസരിച്ചാണോ നിലകൊള്ളുന്നത്, അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഏതോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുകൊണ്ട് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്ക് കുറച്ച് വിഷയമായിരിക്കും പറയാനായിട്ട്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, ഞാൻ ഇന്നലെ നമ്മുടെ മാനിഫെസ്റ്റ് മണി മൈൻഡ് സെറ്റിന്റെ ക്ലാസ്സിനകത്ത്, നമ്മുടെ എന്താണ് മേഘ, ആ ക്ലാസ്സിനകത്ത് ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് അതിന്റെ കൂടെ കുറെ നോട്ടുകെട്ടുകൾ കൂടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കുറെ ആൾക്കാർ പറഞ്ഞ് കുറെ ന്യായീകരണങ്ങളുണ്ട് കേട്ടോ. ചില ആൾ 10 കോടി എടുത്തു, ചില ആൾ 1 കോടി എടുത്തു, ചില ആൾ 5 ലക്ഷം എടുത്തു, ചില 2 ലക്ഷം എടുത്തിട്ടും പറഞ്ഞു ഞാൻ 2 ലക്ഷം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഞാൻ എടുക്കാമെന്ന്. അങ്ങനെയും പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലവരൊന്നും മിണ്ടിയില്ല. ഇത്രയും പണത്തിന്റെ കെട്ട് കണ്ടപ്പോ തന്നെ അടിസ്ഥാനപരമായിട്ട് അവിടെ ഇതെനിക്ക് അർഹതപ്പെട്ടതാണോ, എനിക്കുണ്ടതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിന് ഏതിനെയും കുറച്ചും കൂട്ടി പറയാനല്ല, ഇത് കുറച്ചും കൂട്ടി മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള എന്തോ ഒരു സാധനത്തിൽ മാറ്റം വരണം. അപ്പോൾ മാത്രമാണ് ഈ സംഭവം നമ്മൾക്ക് മനസ്സിലാക്കിയത്. 10 കോടി വേണമെന്ന് പറയുന്നയാളും 2 ലക്ഷം മതി എന്ന് പറയുന്നയാളും 5 ലക്ഷം വേണമെന്ന് പറയുന്ന ആളുടെയും ഏതോ ഒരു കാര്യത്തിൽ അവരെങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന് അവനവന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇതാണ് അടിസ്ഥാനപരമായിട്ട് സത്യത്തെക്കുറിച്ച് നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ പണത്തിന്റെ പിറകെ ഓടുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അംഗീകരിക്കും? സ്വർണോ ടൈപ്പ് ചെയ്തൊക്കെ. പണത്തിന്റെ പിറകെ ഓടുന്നവരാണ് നമ്മൾ മിക്കവരും എന്ന് വെച്ചാൽ സ്വർണോ ടൈപ്പ് ചെയ്യട്ടെ. പോരട്ടെ, എത്ര പേര്? അതിനു മുമ്പ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ എന്തോ ഒരു ടൈപ്പ് ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ക്ലാസ് തുടങ്ങാറുള്ളത്? ഞാനത് മറന്നു. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നെന്ന് നോക്കട്ടെ. നമ്മൾ ഏതോ ഒരു ടൈപ്പ് ആൾക്കാരാണല്ലോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാർ. എന്താണ്, ഏത് ടൈപ്പ് ആൾക്കാരാണ് നമ്മൾ? നോക്കട്ടെ എത്ര പേര്. കുറെ ഓർമ്മയുണ്ട്. ഐ ആം എ മണി മാഗ്നറ്റ്. ഐ ആം എ മണി മാഗ്നറ്റ്. യെസ്, ഐ ആം എ മണി മാഗ്നറ്റ്. ഇത് മറക്കരുത്. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാണ്, ഈ വേർഡ് നിങ്ങൾ സ്ഥിരമായിട്ട് എന്നെ കാണുമ്പോഴൊക്കെ
നിങ്ങൾ ഈ വേർഡ് താഴെ ടൈപ്പ് ചെയ്യണം. അത് നിങ്ങളെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്. പക്ഷെ ആ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്തേക്ക്, യൂട്യൂബ് വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു പൈസ വരുന്ന പോലെ ഒരു ടൂണും കൂടി വരും. ആ ടൂണും കൂടി ഒന്നിരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ 2 alternate ഡേയ്സിൽ ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മനസ്സിന്റെ സമ്പത്തുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് ഇതുപോലെ സുന്ദരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും എന്നതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ, അല്ലേ? പാടില്ല. സബ്സ്ക്രൈബ് ചെയ്ത് നിർബന്ധമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ തോന്നിയിട്ട് ഞാൻ ഇന്ന് എടുത്തിട്ട് പറയാം. നമുക്ക് വരുമാനം വരുന്നുണ്ട്, പക്ഷേ സേവിങ്സ് ഇല്ല. അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷേ കൈവിട്ടു പോകുന്നു. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ വളർച്ചയില്ല. എന്താണ് ഇതിന്റെ യഥാർത്ഥ വിഷയം? ഇത് പുറമേ ഉള്ള ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതൊരു ഇന്നർ പ്രോഗ്രാമിംഗ് ആണ്. ഈ ഇന്നർ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. അതിനുവേണ്ടി പല ക്ലാസ്സുകളും നമ്മളിവിടെ നടത്താറുണ്ട്. മാനിഫെസ്റ്റ് യുവർ വെൽത്ത് ലൈഫ് എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസുകൾ അടങ്ങിയ കോഴ്സ് ഞാനിവിടെ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഇന്നർ അവസ്ഥ നമ്മുടെ പ്രോഗ്രാമിനെ തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്, പ്രോഗ്രാമിനെ നമുക്ക് മാറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ചില തത്വങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകാം. ഇതിനിടയിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. സമ്പത്തിനെ പറ്റി താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പല യുദ്ധവാർത്തകളോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ചാനലുകൾ കണ്ട് സമയം കളയാം. സമ്പത്താണ് നിങ്ങളുടെ യഥാർത്ഥ വിഷയമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി കൊണ്ടുപോകാം. പണത്തെക്കുറിച്ച് തന്നെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട ഒരുപാട് വാക്കുകളുണ്ട്, അല്ലെ? പണം കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടും, പണക്കാർ സ്വാർത്ഥരാണ്, അവർ പാപികളാണ്, നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മതി, പിന്നെ ഒന്ന് ഒരുപാട് പണിയെടുത്താൽ മാത്രം ഒരുപാട് കാശ് കിട്ടും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഏറ്റവും വലിയ കാശുകാരെന്ന് അറിയാമല്ലോ. അപ്പോ വലിയ സമ്പത്ത് നമ്മുടെ ഭാഗ്യത്തിൽ ഉള്ളതല്ല എന്ന് അടക്കമുള്ള വാക്കുകൾ ചെറുപ്പത്തിൽ നമ്മൾ വീട്ടുകൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മിക്കവരും കേട്ടിട്ടുണ്ടാവും. ഈ വാക്കുകൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷേ അവ നമ്മുടെ മനസ്സിൽ അകത്തളങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള സത്യം. ഇന്നലെ ഞാൻ ആ ക്ലാസ്സിൽ, ഞങ്ങളുടെ മാനിഫെസ്റ്റ് വെൽത്ത് ലൈഫ് ക്ലാസ്സിനകത്ത് ഞാൻ ഈ വാക്കുകളൊക്കെ എഴുതിച്ചിട്ട് ഒരു ടെക്നിക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും അത് ചെയ്തു. അതിനുശേഷം അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം. അപ്പൊ ഇത് ചില പ്രാക്ടീസുകളിലൂടെ കടത്തിക്കൊണ്ടുപോയി ഇത് മാറ്റപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നമ്മൾക്ക് ആരും പറഞ്ഞു തന്ന മുതൽ നാളെ മുതൽ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ബ്രെയിനിൽ ഉപബോധ മനസ്സിൽ നിന്നും മാറ്റപ്പെടുത്തിയെടുക്കണം. അവിടെ മറ്റു ചില കാര്യങ്ങൾ ചേർത്ത് വെക്കണം. ഇവിടെയാണ് നമ്മുടെ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ യദൃശ്യമായിട്ടുള്ള ആ പരിമിതികളെ നമ്മൾ മറികടക്കാൻ പറ്റണം. നമ്മുടെ വരുമാനത്തിനും വളർച്ചയ്ക്കും ഈ അദൃശ്യമായ പരിമിതി നമ്മളെ തളർത്തുന്നു എന്നുള്ള സത്യം. നോക്കൂ, ശ്രദ്ധിക്കുക. വരുമാനം മാറണമെങ്കിൽ ആദ്യം നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ആവശ്യം കൊണ്ട് പണം വരില്ല, മൂല്യം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന തത്വം അറിയുക. കുറവിന്റെ മനസ്സോടെ സമൃദ്ധിയുടെ ജീവിതം സാധ്യമല്ല എന്നുള്ള സത്യം അറിയുക. പണം ഒരിക്കലും ഒരു കറൻസി മാത്രമല്ല, അതൊരു വികാര ഊർജമാണ് എന്നുള്ള സത്യം അറിയുക. ഭയമുണ്ടെങ്കിൽ നഷ്ടം വരിക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. സംശയമുണ്ടെങ്കിൽ അവസരം വൈകുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. അർഹതയില്ലെന്നുള്ള തോന്നലുണ്ടെങ്കിൽ വളർച്ച അവിടെ നിൽക്കും എന്നുള്ള സത്യം അറിയാം. ഇതെല്ലാം പറയുന്നത് കോൺസെപ്റ്റുകളാണ്. ഇതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എടുക്കുക തന്നെ വേണം. വിശ്വാസമുണ്ടെങ്കിൽ അവസരങ്ങൾ തുറക്കും എന്നുള്ളതാണ് തത്വം. സ്പഷ്ടതയുണ്ടെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ള സത്യം. സ്വയം മൂല്യം ഉയർന്നാൽ വരുമാനം ഓട്ടോമാറ്റിക്കായി ഉയരുമെന്നുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആണല്ലോ, സ്വയം മൂല്യമുണ്ടെങ്കിൽ വരുമാനം ഉയരും. അപ്പോൾ നിങ്ങൾ എനിക്കൊരു മൂല്യം കാണിക്കുന്നുണ്ടോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്തേ. എത്ര പേര് എനിക്ക് മൂല്യം കാണിക്കുന്നുണ്ട് നോക്കട്ടെ. യെസ് ഓർ നോ. അപ്പൊ എന്റെ വരുമാനവും വർദ്ധിക്കണമല്ലോ.
അല്ലെ? ആ നിയമം ശരിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് മൂല്യം കാണിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി എന്റെ വരുമാനം കൂടി വർദ്ധിക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കുറച്ച് വിത്തുകൾ നൽകാം. അല്ലെ? നിങ്ങൾക്ക് കുറച്ച് വിത്തുകൾ നട്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്നും കായ്ഫലം ലഭിക്കും. വിത്തുകൾ ആവശ്യമുണ്ടോ? വിത്തുകൾ യെസ് ഓർ നോ പറഞ്ഞേ. വിത്തുകൾ വേണ്ടവരെല്ലാവരും യെസ് യെസ് എന്ന് പറയൂ. യെസ്. എനിക്ക് കുറച്ച് വിത്തുകൾ. എന്തിന്റെ? സമ്പത്തിന്റെ വിത്തുകൾ. സമ്പത്തിന്റെ വിത്തുകൾ എന്റെ കയ്യിൽ കുറച്ചുണ്ട്. അത് ഞാൻ നിങ്ങൾക്കും കൂടി നൽകാൻ പോവുകയാണ്. വളരെ ലളിതമായ, വളരെ സ്പഷ്ടമായ രീതിയിൽ ഈ വിത്തുകൾ നിങ്ങൾ എവിടെ നടുക? നിങ്ങളുടെ മനസ്സാകുന്ന ആ നല്ല ഈർപ്പമുള്ള, നല്ല വൃത്തിയായി വീർപ്പമായി എന്താ പറയാ, കൃഷിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മനസ്സിൽ നിങ്ങൾ ഈ സമ്പത്തിന്റെ വിത്തുകൾ നടുക. ദിവസേനയുള്ള ചെറിയ ചെറിയ അതായത് വിത്തിനെ കൃത്യമായി പരിപാലിക്കുന്നതിലൂടെ അതിന് വളർച്ച കൈവരിക്കുക എന്ന്. നമ്മുടെ ക്ലാസ് വെൽത്ത് മാസ്റ്ററി ഹബിൽ നമ്മൾ സീഡ്സ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു ഡെയിലി പ്രാക്ടീസ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ദിവസമുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വിത്തുകളെ പാകപ്പെടുത്തിയെടുക്കുക. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പണം സ്ഥിരതയോടെ കൈവരാറില്ല എന്ന ചോദ്യമുള്ളവരുണ്ടോ ഇവിടെ? അവർക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകളാണ്. അല്ലെങ്കിൽ പ്രയത്നിക്കുന്നുണ്ട്, ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഫലം അത്ര ശക്തമായി ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി, സത്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, പണം ആദ്യം എവിടെയാണ് ജനിക്കേണ്ടത് എന്ന് അറിയേണ്ടവർക്ക് വേണ്ടി, ഭാഗ്യം എന്നാൽ എന്താണ് എന്ന് അറിയേണ്ടതിരിക്കുന്നു, ഇതുവരെ നട്ടു വളർത്തിയിരിക്കുന്ന തെറ്റായ വിത്തുകളിലൂടെ ഉണ്ടായ കളകളെ പറിച്ചു കളയാനായിട്ട്. അപ്പോൾ ഈ ആഴ്ച തന്നെ ആ ഒരു വാട്സപ്പ് കോഴ്സ് ആരംഭിക്കുകയാണ്. അതിലേക്ക് ഞാൻ പറയുന്ന വാക്കുകളുടെ മൂല്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ ആ വിത്തുകൾ നടാനായിട്ട് നിങ്ങൾ അഡ്മിനെ വിളിച്ചോളുക. അഡ്മിൻ നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. നിങ്ങൾക്ക് എല്ലാവരെയും ഉണ്ടാവും അഡ്മിൻ നമ്പർ, വിളിച്ചോളുക. ചെറിയ വാട്സപ്പ് കോഴ്സാണ്, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് ഫോളോ അപ്പും എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നത് നമുക്ക് നിങ്ങൾ ഓരോ ആളുടെയും കാഴ്ചപ്പാട്. എന്തായാലും ഇത് സെറ്റാക്കുന്നവരെ ആ ക്ലാസ് നീണ്ടു നിൽക്കുമെന്നാണ്. അതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുടെയും വിത്ത്, ഞാൻ തരുന്ന വിത്ത് നട്ട് വളരുന്നത് വരെ ഞാൻ അവിടെ കാത്തിരിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ടീമുകൾ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരാൻ പോവാണ്. അതിന് ഉടൻ ജോയിൻ ചെയ്തോളുക എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, വിശ്വാസം എന്നത് വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവസരങ്ങൾ തുറക്കപ്പെടുന്നത് എന്നുള്ളത്. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ വരുമാനം എത്രയാണ് എന്ന് നിങ്ങളൊന്നൊരു പേപ്പറിൽ എഴുതി വെക്കുക. അടുത്ത് തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം എത്രയാണ്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക, ആ നിലയിലേക്ക് എത്താത്തത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം കൂടി നിങ്ങൾ എഴുതുക. ഇവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. നിങ്ങൾ അതിന് ഉത്തരങ്ങൾ പൊതുവെ പറയും. ജോലി സമയം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തത് കൊണ്ടാണ്, ജോലി ശമ്പളം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചെലവ് കൂടിയത് കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ വിശദമായി ചർച്ച നടത്തിയൊരു കാര്യമാണ്, ചെലവ് കൂടിയത് കൊണ്ടാണ് എന്നുള്ളത്. ഇത് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു പ്രധാന സത്യം എന്താണെന്ന് വെച്ചാൽ, വരുമാനത്തിന് ഒരിക്കലും പരിധിയില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് അറിയാമോ? എന്നാൽ പരിമിതികളുള്ളൊരു സംഭവം ഉണ്ട്. അത് സ്വയം നമ്മളായിട്ട് നിജപ്പെടുത്തുന്ന പരിമിതികളാണ് നമ്മുടെ വളർച്ചയെ എപ്പോഴും തടയുന്നത് എന്ന്. നിങ്ങൾ നിങ്ങളെ ഒരു ചെറിയ വരുമാനമുള്ള വ്യക്തിയായി കാണുന്നുവെങ്കിൽ വലിയ വരുമാനം നിലനിർത്താൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാവില്ല എന്നുള്ള സത്യം. നിങ്ങൾക്ക് വരുമാനം 50,000 രൂപ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ 50,000-ൽ കൂടുതൽ കാശ് കിട്ടിയാൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ള സത്യം. കടത്തെപ്പറ്റി മാത്രം ചിന്തിക്കുകയും അല്ലെങ്കിൽ
ഓരോ പ്രാവശ്യവും ഗ്രോസറി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ ഓരോ സാധനത്തിനെയും നിങ്ങൾ പിശുക്കിയാണ് മേടിക്കുന്നതെങ്കിൽ കാശും അതേപോലെ പിശുക്ക് മാത്രമേ നിങ്ങളുടെ അടുത്ത് നിൽക്കുകയുള്ളൂ എന്നറിയാം. അതുകൊണ്ടാണ് ചിലർക്ക് വലിയ തുക ലഭിച്ചാലും വീണ്ടും പഴയ നിലയിലേക്ക് മടങ്ങുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറയുകയുണ്ടായി. ലോട്ടറി അടിച്ചിട്ട് സമ്പന്നരായ ആൾക്കാരുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ കാരണം നമുക്ക് ഒറ്റ പ്രാവശ്യമുള്ള പണമല്ല നമുക്ക് ആവശ്യം. പണം എന്ന് പറയുന്നത് ഒരു ഒഴുകുന്ന സംഭവമാണ്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഒറ്റ പ്രാവശ്യം കിട്ടിയത് കൊണ്ട് ഒരിക്കലും അത് പൂർണ്ണത കൈവരിക്കില്ല എന്ന്. കാരണം നമുക്ക് നമ്മുടെ പണശീലം മാറ്റാൻ പറ്റാത്തിടത്തോളം കാലം ഇതിന് മാറ്റം ഉണ്ടാവില്ല. ഒരു പ്രത്യേക കാര്യം ഓർക്കുക, പണം വരാത്തത് വലിയ പ്രശ്നമല്ല, പണം നിലനിൽക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്ന്. ഇത് മാറ്റാൻ കഴിയുക തന്നെ ചെയ്യും. പക്ഷേ വെറും പ്രചോദനമായ മോട്ടിവേഷൻ ടോക്കുകൾ കൊണ്ടല്ല ഇത് മാറ്റാൻ പറ്റുക. നമ്മുടെ കൃത്യമായ മാനസികമായ മാറ്റം കൊണ്ട് മാത്രമാണ്. ദിവസവും കുറച്ച് സമയം ഈ ഉള്ളിലെ വിശ്വാസങ്ങളെ മാറ്റാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ഞാൻ സാമ്പത്തികമായി കഴിവുള്ളവനാണ് എന്ന് പറയുക മാത്രമല്ല, അതിൽ പൂർണ്ണമായുള്ള വിശ്വാസവും അതിൽ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനവും നടത്തുക. എനിക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള വെറും വിശ്വാസം മാത്രമല്ല, അതിനുള്ള പഠനം കൂടി നടത്തുക. എൻ്റെ വരുമാനം എനിക്ക് ഉയർത്താൻ പറ്റണം എന്ന് ചിന്തിക്കുന്നതല്ല, എൻ്റെ വരുമാനം സ്വമേധയായി ഉയരുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറുക എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. ഓർക്കുക, വാക്കുകൾ കൊണ്ട് മാത്രം പോരാ, ശീലങ്ങൾ മാറണം, ചിന്തകൾ മാറണം, പ്രവർത്തനങ്ങൾ മാറണം. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി മാത്രമേ സംഭവ്യമാകുകയുള്ളൂ എന്ന് സത്യം അറിയുക. സമ്പത്ത് ഉണ്ടാക്കാൻ വളരെ കൃത്യമായ 4 കാര്യങ്ങൾ അനിവാര്യമാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റ് ക്ലാസ്സുകൾ ഇത് മാറ്റാനും ഒക്കെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഇവിടുത്തെ 1-2 ക്ലാസ്സുകളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും. അതും കൂടി നോക്കി മനസ്സിലാക്കുക. ലോ ഓഫ് അട്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ടെക്നിക്കൽ പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതകരമായ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷെ ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ശരിയായ മനോഭാവത്തിലൂടെ, ശരിയായ പഠനത്തിലൂടെ, ശരിയായ കഴിവിലൂടെ, ക്രമബദ്ധമായ സംവിധാനത്തിലൂടെ, സ്ഥിരതയുള്ള പ്രവർത്തനത്തിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല എന്നുള്ള സത്യം അറിയുക. നമ്മുടെ സ്ഥിരമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ പ്രവർത്തനം സ്ഥിരമാണെങ്കിൽ, കൺസിസ്റ്റൻസി ആയിട്ടാണെങ്കിൽ നമ്മുടെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള അർത്ഥം അറിയുക. അപ്പോ നിങ്ങൾക്ക് സത്യമായ മാറ്റമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ല, 3-4 വർഷം കഴിഞ്ഞിട്ടും ഇതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളോട് മറ്റൊന്നും പറയാനില്ല. മാറ്റം ആവശ്യമാണെങ്കിൽ ഇപ്പോൾ മാത്രമാണ് അതിനുള്ള സമയം എന്നറിയുക. കോഴ്സുകൾ വേണമെങ്കിൽ എടുക്കുക, യൂട്യൂബ് കാണുക, പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പണം ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കുന്നതല്ല എന്നുള്ള സത്യം അറിയുക. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരോടാണ് പറയുന്നത്, നിങ്ങളെ പണം ഒരിക്കലും ചതിച്ചിട്ടില്ല. നിങ്ങളുടെ വിശ്വാസങ്ങളാണ് പണത്തെ ഒഴിവാക്കുന്നത്. ലോണുകളായിട്ട് തിരിച്ചടക്കാൻ പറ്റാതെയും നടക്കുന്നവരെല്ലാം സ്ഥിരമായി പറയുന്ന വാക്കുകൾ, പണത്തെയാണ് നിങ്ങൾ പഴിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ചെലവ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ തെറ്റായ പ്രവർത്തനങ്ങളാണെന്ന് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതാണ് പരാജയത്തിന്റെ കാരണം. അപ്പോ പണത്തെ അല്ല കുറ്റം പറയേണ്ടത്, നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റുക മാത്രമാണ്, നമ്മുടെ ശീലങ്ങളെ മാറ്റുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ചിന്തകളെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വാക്കുകളല്ല, പ്രവർത്തനത്തിലാണ്. ശരിയായ മനോഭാവത്തിലൂടെ, ശരിയായ അറിവിലൂടെ, ശരിയായ കൃത്യമായ സംവിധാനത്തിലൂടെ, സ്ഥിരതയായ പ്രവർത്തനങ്ങളുടെ മാത്രമേ നമുക്ക് സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒന്നും ഓർമ്മിപ്പിക്കുന്നു. അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഞാൻ വീണ്ടും ഇവിടെ നൽകാൻ തയ്യാറാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇവിടെ പ്രചോദനം മാത്രമായിട്ടല്ല ഞാൻ നൽകുന്നത്,
ജീവിത മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അറിവുകളാണ് നൽകുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ചേരുക, ഇവിടെ പണശീലം മാറ്റുക, നിങ്ങളുടെ സാമ്പത്തിക ഊർജം ഉയർത്തുക, നിങ്ങളുടെ ഭാവിയിൽ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റത്തിന് തയ്യാറാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.